സ്വയം അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അറിയാം. അതായത് സ്വത്വബോധം, സെൽഫ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വ്യക്തികളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വത്വബോധം, സെൽഫ് ഐഡന്റിറ്റി, ഞാൻ എന്താണ്, ഞാൻ ആരാണ്, എൻ്റെ ലൈഫിൻ്റെ അർത്ഥം എന്താണ്, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ള ബോധം നമ്മൾക്കുണ്ടാവുന്നത്. സ്വത്വബോധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എന്താണെന്ന് കണ്ടെത്തണം, എൻ്റെ ഉള്ളിൽ എന്താണെന്ന് കണ്ടെത്തണം, ആ ഉള്ളിലുള്ളതിനെ വളർത്തുവാനായിട്ട് ഞാൻ മെനക്കെടണം, ഞാൻ കഷ്ടപ്പെടണം. അപ്പം നമുക്ക് നമ്മളെ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തെ അറിയുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ കഴിവുകളെ, നമ്മുടെ പ്രാപ്തികളെ, നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. ആ ബോധ്യത്തോടു കൂടി മാത്രമേ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സെൽഫ് ഐഡന്റിറ്റി അല്ലെങ്കിൽ സ്വത്വബോധം എന്ന് പറയുന്ന ആ ഒരു ബോധ്യം, ഹുവാമായി, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ഭൂമിയിലെ നിലനിൽപ്പിന് സ്ഥാനമുണ്ടാവുകയുള്ളൂ. അപ്പം സ്വയം അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അറിയാം. ആ സ്വത്വബോധം അല്ലെങ്കിൽ സെൽഫ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ആ ഒരു എസൻസിലേക്ക് എത്തിച്ചേരുക.